എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിര കൊലക്കേസിൽ പ്രതിയായ ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ പോലീസ് തിരിച്ചറിഞ്ഞു. എറണാകുളത്തെ ജോൺസൺ ഔസേപ്പാണ് ആതിരയുടെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടെന്ന് മനസ്സിലായി. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും കഠിനംകുളം ആതിര കൊലക്കേസിൽ നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് കരുതുന്ന ഇൻസ്റ്റഗ്രാം സുഹൃത്ത്, അത് എറണാകുളം ചെല്ലാനം സ്വദേശിയായ ജോൺസൺ ഔസേപ്പ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇയാളുടെ സ്വന്തം നാട് കൊല്ലം നീണ്ടകരയിലാണ്. പക്ഷെ ഇയാൾ വിവാഹം കഴിച്ച് താമസിക്കുന്നത് എറണാകുളത്താണ്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ഇയാളുടെ ഭാര്യയും കുട്ടികളുണ്ട്. പക്ഷേ ഭാര്യയുമായി ഇപ്പോൾ വേർപെട്ടാണ് കഴിയുന്നത്. ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഇയാൾ ഈ ആതിരയുമായി അടുക്കുന്നത്. ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇയാൾ ഒരുപാട് റീൽസുകൾ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായിരുന്നു. ഈ പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ആതിരയും റീൽസുകൾ ചെയ്യുന്ന ആളാണ്. ഇവർ തമ്മിൽ പരിചയപ്പെട്ടത് ഈ പരസ്പരം ഈ റീലുകൾ അയച്ചുകൊണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർ സൗഹൃദത്തിൽ ആയത്. അതിനുശേഷം പലതവണ ഇയാൾ ആതിര താമസിക്കുന്ന കഠിനംകുളത്തെ വീട്ടിലെത്തിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ചാ. അതെ, എന്റെ എന്ന് പറയാൻ എനിക്കൊരു ഹൃദയം മാത്രമേ ഉള്ളൂ. അതിന്റെ ജനലും വാതിലും തുറന്നു വെച്ച് ഞാൻ കാത്തിരിക്കുക. വരില്ലേ? ഈ ആതിരയുടെ ഭർത്താവ് രാജീവ് നൽകിയ മൊഴി അനുസരിച്ച് ആതിര ഇയാളുടെ പേര് ഭർത്താവിനോട് പറഞ്ഞിരുന്നില്ല. പകരം ഇച്ചായ എന്നാണ് ഇയാളെ വിളിച്ചിരുന്നെന്നാണ് രാജീവ് മൊഴി നൽകിയിരുന്നത്. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.